ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. താഴ്വരകൾ എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഒന്ന് സോരക് താഴ്വര, ശിംശോൻ്റെ അധപ്പതനത്തിൻ്റെ താഴ്വര, സെക്സിൻ്റെ സ്വാധീനം കൊണ്ട് വ്രതസ്ഥൻ തകർന്നു പോയ താഴ്വര, സെക്സിൻ്റെ ലൈംഗികത്വത്തിൻ്റെ ഭീകരമായ ആക്രമണത്തിൽ ഒരു മല്ലൻ തകർന്നു പോയ താഴ്വര. രണ്ടാമത്തേത് ആഘോർ താഴ്വര. അല്പം ചില വസ്തുക്കൾ മോഷ്ടിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട്, അതിന് പിന്നിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കായക കൊണ്ട്, വചനം അനുസരിക്കാൻ താല്പര്യപ്പെടാതിരുന്നതുകൊണ്ട്, വചനത്തെ ധിക്കരിച്ചതുകൊണ്ട് ആഖാൻ എന്ന ഒരു വ്യക്തി കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട താഴ്വര ആഘോർ താഴ്വര. ആഘോർ താഴ്വര എന്നാൽ പ്രത്യാശയുടെ വാതിലായി തീരും എന്ന് ഹോശേയ പ്രവചനത്തിൽ നാം കണ്ടു. ശിക്ഷയുടെയും കഠിനമായ ദൈവകോപത്തിൻ്റെയും പ്രതീകമായിരുന്ന താഴ്വര പ്രത്യാശയുടെ താഴ്വരയായി മാറി എന്ന് നാം കണ്ടു. മൂന്നാമതായി നാം കണ്ടത് സിദ്ദീൻ താഴ്വര. ആഘോർ താഴ്വര വെള്ളിയെ കാണിക്കുന്നു, സ്വത്തിനെ കാണിക്കുന്നു, പണത്തെ കാണിക്കുന്നു, ദ്രവ്യാഗ്രഹത്തെ കാണിക്കുന്നു. ദ്രവ്യാഗ്രഹത്തിൻ്റെ ഫലമായി നഷ്ടം വന്നുപോയ, ഏറ്റവും വലിയ അനർത്ഥം വന്നുപോയ ആഖാനെക്കുറിച്ചാണ് നാം ആഘോർ താഴ്വരയിൽ കണ്ടത്. സെക്സ്, സിൽവർ. മൂന്നാമത്തേത് സിദ്ദീൻ താഴ്വര, സെൽഫ്, സ്വയം. നമ്മൾ പലരുടെയും ജീവിതത്തിൽ ഒരു വലിയ മാരകമായ വിപത്ത് ഈ സെൽഫിൻ്റെ ആക്രമണം മൂലമുണ്ട് എന്നുള്ള സംശയമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് മനസ്സിലാകുന്ന കാര്യമാണ് ഒന്ന് ചിന്തിച്ചാൽ. പക്ഷെ അതൊന്നൊരു പാവമായിട്ട് നാം കണ്ടിരുന്നില്ല. ഞാനും അതൊരു പാവമായിട്ട് കണ്ടിരുന്നില്ല. സെൽഫ്, ഈ സ്വയം എന്ന് പറയുന്നത് അത്ര വലിയൊരു ഗൗരവമേറിയൊരു വിഷയമായിട്ടൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ജീവിതത്തിൽ തിരുവചനം കൂടുതലായി അറിയുകയും ആത്മീയ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലേക്ക് വരികയും ചെയ്തപ്പോഴാണ് ഏറ്റവും വലിയൊരു മഹാഭാവമാണ് ഈ സെൽഫ്, സ്വയം എന്നുള്ള അഹം, ഞാൻ എന്നുള്ള ഈഗോ. അത് മഹാഭാവമാണെന്ന് മനസ്സിലായത്. അത് മനസ്സിലാകും തോറുമാണ് അത് ജയിക്കാൻ പ്രയാസമുള്ളൊരു ഭാവമാണെന്ന്. ജയിക്കാൻ പ്രയാസം, വളരെ പ്രയാസമായ ഒരു കാര്യമാണത്. പക്ഷേ സെക്സിനെ ജയിക്കാമെന്നല്ല, ജയിക്കണമെന്നുള്ളവർക്ക് ജയിക്കാം. സിൽവറിനെയും ദ്രവ്യാഗ്രഹത്തെയും ജയിക്കാം. പക്ഷേ ഈ സെൽഫ് എന്ന് പറയുന്നത് അത് പ്രകടമായൊരു പ്രവൃത്തിയായിട്ടോ പ്രകടമായിട്ടൊരു ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികരണമായിട്ടോ വരാറില്ല. അത് റിയാക്ഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ, എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന റിയാക്ഷൻ, അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നതായ ഒരു പ്രതിപ്രവർത്തനം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? നമ്മുടെ പ്രകടമായൊരു പാവമായിട്ടല്ല വരുന്നത്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ള ഒരു വലിയ കെടുതിയാണ്, നഷ്ടമാണ്, നാശമാണ് ഈ സെൽഫ് എന്ന് പറയുന്ന അഹം, ഞാൻ. ഇത് ഓരോന്നും അല്ല, ചിലതും അല്ലെങ്കിൽ മുഴുവനും ഓരോരുത്തരിലും ഇത് കുറഞ്ഞും കൂടിയും കാണും. ഓരോരുത്തരിലും ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് കിട്ടുന്നതാണ് ഒരു വിശുദ്ധൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. വിശുദ്ധൻ്റെ അവസ്ഥ, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് കിട്ടുക, ഈ സെൽഫിൻ്റെ മേൽ ജയം കിട്ടുക, സിൽവറിൻ്റെ മേൽ ജയം കിട്ടുക, സെക്സിൻ്റെ മേൽ ജയം കിട്ടുക. ഇതിന്മേൽ ജയം കിട്ടിയാൽ തീർന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പരമകഷ്ടയിലെത്തിയെന്ന അർത്ഥം. നാം എപ്പോഴും ഒരു കാര്യം ഓർക്കണം, നമുക്ക് ഏറ്റവും നിർബന്ധമായി വേണ്ടത് എന്താണ്? ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനായി തീരുക. ആ ലക്ഷ്യം, അത് പറയുമ്പോൾ ചിലർക്ക് തോന്നും, സാറേ അത് ഇപ്പോൾ വേണോ? ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ, കുറച്ചുകൂടി പ്രായമായിട്ട് പോരെ, ഇപ്പോൾ ഈ ചെറുപ്രായത്തിൽ അങ്ങനെയൊക്കെ ക്രിസ്തുവിനെ വിശുദ്ധനാകാനുള്ള സമർപ്പണവും മറ്റും ആവശ്യമുണ്ടോ എന്നെല്ലാം നമുക്ക് തോന്നാറുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ എന്ന്. പക്ഷേ ഏർലിയർ ദ ബെറ്റർ. എത്രയും നേരത്തെ നാം ജയം നേടുന്നെങ്കിൽ അത്രയും ഭാഗ്യം, അത്രയും നല്ലത്. കാരണം നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. പക്ഷേ അതുമാത്രമല്ല,
ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതായ കാലങ്ങൾ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ എല്ലാം കണക്ക് നാം ബോധിപ്പിക്കേണ്ടി വരും. ദൈവം തന്ന ആയുസ്സ്, ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന സാഹചര്യങ്ങൾ എല്ലാം കർത്താവിന് വേണ്ടി എത്രത്തോളം പ്രയോജനപ്പെടാമോ അത്രത്തോളം പ്രയോജനപ്പെടുത്തണം. എത്രത്തോളം, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലാക്ക്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലാക്ക്. നാം ഉപരിപ്ലവമായ ചില ആത്മീയ കാര്യങ്ങൾ കേൾക്കാനല്ല നാം വന്നിരിക്കുന്നത്. ഒരു വിളിച്ചാൽ പുറമേ ബാഹ്യമായ ചില കാര്യങ്ങൾ കേട്ട്, ചെറിയ നിസ്സാര കാര്യങ്ങൾ കേട്ട് പോകാനല്ല. നമ്മൾ ആത്മീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീങ്ങേണ്ടതാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ആഴങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ ജീവിതത്തിൻ്റെ ആഴമേറിയ അനുഭവങ്ങൾ അത് സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും തികവാണ്. സ്നേഹവും വിശുദ്ധിയും അത് തികഞ്ഞു വരുന്നു. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങളുടെ കൂടെയോ വചനം കേൾക്കാൻ വരുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്. ഭാഗ്യവശാൽ നിങ്ങൾ ഉത്സാഹം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വചനം കേൾക്കാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. വചനം കേൾക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നല്ലതാണതെല്ലാം. ദൈവം തന്നതാണതെല്ലാം. ദൈവം തരാത്ത നന്മകളൊന്നും ഇല്ലല്ലോ, ദൈവം തന്നതാണ്. പക്ഷേ ഈ ആഴമേറിയ അനുഭവങ്ങളിലേക്ക് പോകാൻ അതിനുള്ളതായ മനസ്സ് പലപ്പോഴും നിങ്ങൾക്ക് വരുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിനെക്കൊണ്ട് സാധിക്കുമോ? അത് സാധാരണക്കാർക്ക് സാധിക്കുന്ന കാര്യമാണ്. പണ്ടുകാലത്തെ അപ്പോസ്തലന്മാർക്ക്, പ്രവാചകന്മാർക്ക്, സഹോദരന്മാർക്ക്, സ്ത്രീയന്മാർക്ക് അവർക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ ഇക്കാലത്ത് ആർക്കാണ് സാധിക്കുന്നത്? ഇങ്ങനെയൊക്കെ മുഴുവനായിട്ട് സെൽഫും സെക്സും സിൽവറും എല്ലാം, ദ്രവ്യാഗ്രഹവും ലൈംഗികാസക്തിയും അഹങ്കാരവും അതെല്ലാം മാറുക എന്നൊക്കെ പറയുന്നത്, നിസ്സാരം മാറുക എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് സാധിക്കുന്ന കാര്യമല്ലല്ലോ എന്നുള്ളൊരു ചിന്ത പക്ഷേ നമുക്ക് പലർക്കും വരാറുണ്ട്. അത് വേറൊരു വിഭാഗത്തിലുള്ള ആളുകൾക്കുള്ള ഒരു ബെറ്റർ ക്ലാസ്, കുറച്ചുകൂടി ഭേദപ്പെട്ട ആളുകൾക്കുള്ള ഒരു നിലവാരമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പലരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന് ഒരു നിലവാരമേ ഉള്ളൂ, ഒറ്റയ്ക്കൊരു നിലവാരം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വലിയൊരു മർമ്മമാണത്. യേശുക്രിസ്തുവിൻ്റെ നിലവാരം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ആകുക എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനെ പോലെ ആകുക. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് വരരുത്. ഇതൊക്കെ ആരെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നിപ്പോരുത്. നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യം കർത്താവ് പറയുകയില്ല. ക്രിസ്തുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ച് പോകാൻ കർത്താവിന് താല്പര്യമില്ല. വളരെ ഉറപ്പാണ് കാര്യം. ഇവിടെയുള്ളതെല്ലാം നമുക്ക് സമ്പൂർണ്ണമായും ഹൃദയത്തിൽ നിന്ന് മാറി, ഇവിടെയുള്ള എല്ലാറ്റിൻ്റെയും മേലുള്ള നമ്മുടെ ആസക്തി മാറി, ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിറഞ്ഞ് നമ്മുടെ ജീവിതം വരുമ്പോഴാണ് നമ്മൾ വിശ്വാസികളായിത്തീരുന്നത്, ക്രിസ്ത്യാനികളായിത്തീരുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യോ ഇപ്പോൾ ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എന്തോരം ആളുകളുണ്ട്, എന്തുമാത്രം ആളുകൾ, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? അപ്പോഴാണ് സുവിശേഷകരുടെ ആഹ്വാനം വരുന്നത്. സുവിശേഷകര എങ്ങോട്ട് പോകുന്നു പറഞ്ഞാൽ, വാസ്തവത്തിൽ ഈ ജനമെല്ലാം പള്ളിയിൽ പോകുന്നു, നമസ്കാരം ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, നോമ്പ് നോക്കുന്നു, പല ചടങ്ങുകൾ ആചരിക്കുന്നു, തെറ്റില്ലാത്ത ചടങ്ങുകൾ, നല്ല നല്ല ചടങ്ങുകൾ ആചരിക്കുന്നു. ഇങ്ങനെയെല്ലാം ആണെങ്കിലും ഈ ജനമെല്ലാം എങ്ങോട്ട് പോകുന്നു? വ്യക്തമാണ്. യേശുക്രിസ്തുവിനെ പോലെ ആകാനുള്ളതായ ഒരു സമർപ്പണവും അതിന് തുല്യമായ ജീവിതവും ഇല്ലെങ്കിൽ നാം ധീരത്തിൽ ചെല്ലുകയില്ല. എത്ര കുറച്ച് ആളുകളിലേക്കും ചെല്ലുന്നത്? 600,000 പേര് പുറപ്പെട്ടു മിസ്രൈമിൽ നിന്ന്, ഇസ്രായേൽക്കാർ 600,000 പേര്, 6 ലക്ഷം പേര് പുറപ്പെട്ടു. പക്ഷേ ആ പുറപ്പെട്ടവരിൽ 2 പേർ മാത്രമേ കനാനിലെത്തിയുള്ളൂ. 2 പേർ മാത്രമേ യോർദാൻ കടന്ന് കനാനിലെത്തിയുള്ളൂ. ബാക്കി എല്ലാവരും യോർദാന് മുമ്പ് തന്നെ ആത്മാവിൽ നഷ്ടപ്പെട്ടവരായി തീർന്നുപോയി. അവരുടെ ജീവിതം തീർന്നുപോയി. മറക്കരുത്, അത്ര ഗൗരവമാണ്. കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തിൽ നശിപ്പിച്ചെന്നാണ് വേദപുസ്തകം പറയുന്നത്. ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചു, ശരിയാ, രക്ഷിച്ചു, 600,000 പേരെയും രക്ഷിച്ചു. പക്ഷേ വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. എപ്പോഴും ഓർത്തുകൊള്ളുക, ഇവിടെ ദൈവം കൃപ ചെയ്ത് നിങ്ങൾ അനേകം ആളുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും സന്തോഷമാണ് താനും, തീർച്ചയായിട്ടും. പക്ഷേ ഈ സത്യവചനം കേൾക്കാനായിട്ട് നിങ്ങൾ വരുന്നു, നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ ഒരു ആകർഷണമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക കൃപ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നും യോഗത്തിന് വരുന്നു. എന്നാൽ ഓർത്തുകൊള്ളണം, ഞാൻ വന്നു, ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടു, ദൈവത്തിൻ്റെ വചനം ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റേണ്ടതെല്ലാം മാറ്റിയോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിക്കളയേണ്ടതെല്ലാം മാറ്റിക്കളഞ്ഞു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഒന്നുമില്ലായ്മ നമുക്ക് മനസ്സിലാകുന്നത്. ഇല്ല,
ഇന്ന് ഞാൻ കടന്നുപോയാൽ ദൈവത്തിൽ പോകുമോ? ഇത് വലിയ ഗൗരവമായ ചോദ്യമാണ്. 1973 ഒരു വിശുദ്ധൻ്റെ നാവിൽ കൂടി ഞാൻ കേട്ട വാക്കുകളാണ്, ഇന്ന് കടന്നുപോയാൽ ദൈവത്തിൽ പോകുമോ, ഇന്ന് കടന്നുപോയാൽ ദൈവത്തിൽ പോകുമോ. അതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാനന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ആളാണ്, വേറെ കുഴപ്പത്തിനൊന്നും പോകുന്നില്ല, പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ല, പാവങ്ങളൊന്നുമില്ല, പുറമെയുള്ള പാവങ്ങൾ ഒന്നുമില്ല. ഞാൻ ദൈവത്തിൽ പോകുന്നതിന് എനിക്ക് നല്ല ഉറപ്പാണ്. സാധാരണഗതിയിൽ എങ്ങനെയും ചിന്തിക്കാൻ പറ്റുമോ? പ്രാർത്ഥനയുണ്ട്, നമസ്കാരമുണ്ട്, പള്ളിയുണ്ട്, ഒരു ഞായറാഴ്ച മുടങ്ങുകയില്ല, എല്ലാം സൺഡേ സ്കൂളുണ്ട്, യുവന പ്രസ്ഥാനമുണ്ട്, വനിതാ സമാജമുണ്ട്, എല്ലാ ഞായറാഴ്ചയും വനിതാ സമാജത്തിൽ പ്രസംഗിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചു. ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ചെല്ലുമോ? ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ ചൂളിപ്പോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. നിങ്ങൾ ഇന്ന് ഗൗരവമായി ചിന്തിക്കുക, ഞാൻ ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ചെല്ലുമോ? ഇന്ന് ഞാൻ നനച്ചു ചെയ്യാതെ മരണം വന്നാൽ ഞാൻ ദൈവരാജ്യത്തിൽ പോകുമോ? പിന്നെ ആകട്ടെ എന്ന് വയ്ക്കാൻ നമുക്ക് നേരമില്ല, സമയം മാറ്റി വയ്ക്കാൻ സാധിക്കില്ല. മാറ്റി വെച്ചാൽ നഷ്ടമായിരിക്കും. എത്രയും വേഗം ചെയ്തു തീർക്കുക, എത്രയും വേഗം രൂപാന്തരം പ്രാപിക്കുക, എത്രയും വേഗം ദൈവത്തെ വില ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഈ സെക്സ്, സിൽവർ, സെൽഫ് എന്നീ 3 സ്ഥായിയായ കനത്ത സ്വഭാവം കൊണ്ട് അനേകം മനുഷ്യരിന്ന് വീണ് കിടക്കുകയാണ്, ആത്മീയമായി വന്നിച്ച് കിടക്കുകയാണ്, അനേകർ മരിച്ചു കിടക്കുകയാണ്. 4-ാമത്തെ താഴ്വര കേൾക്കൂ. 4-ാമത്തെ താഴ്വര ഏലാ താഴ്വര. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. അനന്തരം ഫെലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചുകൂട്ടി. അവർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ചുകൂടി. സോഖോവിനും അസേക്കയ്ക്കും മധ്യേ ഏഫസ് ദമ്മീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേലരും ഒന്നിച്ചുകൂടി ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി. ഫെലിസ്ത്യരോട് പടയ്ക്ക് അണിനിരത്തി. ഫെലിസ്ത്യർ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലിയർ അപ്പുറത്തെ ഒരു മലഞ്ചെരുവിലും നിന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു. ആ താഴ്വരയുടെ ഒരു വശത്ത് ഒരു കുന്നാണ്, ഇപ്പുറത്തൊരു കുന്നാണ്. അപ്പുറത്തെ ആ കുന്നിൻ്റെ പാർശ്വത്തിൽ ഫെലിസ്ത്യ സൈന്യം വന്ന് അണിനിന്ന് നിൽക്കുന്നു. ഇപ്പുറത്തെ ഇസ്രായേൽ സൈന്യം വന്ന് നിൽക്കുന്നു. മുഖത്തോട് മുഖം നോക്കി സൈന്യങ്ങൾ നിൽക്കുകയാണ്. വലിയൊരു യുദ്ധമാണ്. ഈ യുദ്ധം എന്നൊക്കെ പറയുന്നത് വേദപുസ്തകത്തിൽ അമാലേക്യരുമായിട്ട് ഇസ്രായേൽക്കാർക്ക് എന്ന യുദ്ധമുണ്ട്. അമ്മോന്യര്, മോവാബ്യര്, ഗിർഗശര്, ഹിവ്യര്, യബൂസ്യര്, കനാന്യര് എന്നിങ്ങനെയുള്ള വർഗ്ഗങ്ങളുമായിട്ടൊക്കെ യുദ്ധമുണ്ട് എന്നൊക്കെ നാം പറയുമ്പോൾ നാം എന്താ മനസ്സിലാക്കുന്നത്? ഓരോ വിശ്വാസിക്കും എന്നും യുദ്ധമുണ്ട്, എന്നും നാം പടവരുതി പോകേണ്ടതാണ്. വിശ്വാസ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാവുന്നത്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സാത്താൻ്റെ ഒരു വലിയ വശീകരണ വിദ്യയുണ്ട്. സാത്താൻ നമ്മെ എങ്ങനെയെങ്കിലും തകർക്കാൻ വരികയാണ്. ഏതെങ്കിലും വിധത്തിൽ നാം ഒരിക്കലും ചീത്തെന്ന് വിചാരിച്ചല്ല, നല്ലതെന്ന് വിചാരിച്ച് തന്നെ നാം ചെയ്യുന്ന പല കാര്യങ്ങളിലും പിശാച് നമ്മളെ പിടികൂടും. നല്ലതെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളിൽ, നല്ലതെന്ന് നാം വിചാരിക്കുന്ന ചില കാര്യങ്ങളിൽ സാത്താൻ നമ്മെ പിടികൂടും, നമ്മെ അവൻ വീഴിക്കും. ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വലിയ യുദ്ധമുണ്ട്, ദൈവജനത്തിന് യുദ്ധമുണ്ട്. ഇസ്രായേൽക്കാർക്ക് തലമുറയായി അമാലേക്യരുമായി യുദ്ധമുണ്ട്. എന്നും ഈ യുദ്ധത്തിൽ ജയിച്ചു പോകുന്നവനാണ് ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. നിരന്തരമുള്ള പോരാട്ടം. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ ആശ്രയിച്ച് നിൽക്കുകയും ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യുദ്ധത്തിൽ ജയം കിട്ടുകയും നാം അക്കരെ പറ്റുകയും ചെയ്യും, കടന്നു പറ്റുകയും ചെയ്യും. ക്രിസ്തുവിൽ ആശ്രയിക്കണം. ക്രിസ്തുവിൽ കൂടി മാത്രമേ നമുക്ക് ജയമുള്ളൂ. അതിനുള്ള നാം കാണാൻ പഠിച്ചിട്ടുള്ളൊരു വാക്യമുണ്ടല്ലോ, നീ എൻ്റെ ദൈവത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. ദൈവത്താൽ മതിൽ ചാടി കിടക്കും, ഉറപ്പാണ്. പക്ഷേ യുദ്ധമുണ്ട് നമുക്ക്. നമ്മൾ ചിന്താശൂന്യരായി നിന്നാൽ യുദ്ധത്തിൽ തകർന്നു പോകും. ഞാനിപ്പോൾ ഓൾറൈറ്റാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് നിന്നാൽ എവിടെയെങ്കിലും പിശാച് നമ്മൾ വീഴിക്കും. ഇപ്പോൾ ഒരു ആത്മീയമായിട്ട് നല്ല ഉണർവൊക്കെയാണ്, നല്ല ആത്മീയമായ താല്പര്യമാണ്, എനിക്ക് പാവബോധം കിട്ടുന്നുണ്ട്, കുറ്റബോധം കിട്ടുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കൂട്ടായ്മയിൽ മുടങ്ങാൻ പോകുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് സാക്ഷിയൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ചിന്താഗതിയിൽ നിൽക്കുമ്പോൾ തന്നെ നാം അറിയുന്നില്ല എവിടെയോ പിശാച് കെണി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്, തന്ത്രപൂർവ്വം അകത്തുകാരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്.
ഏതെങ്കിലും വിധത്തിൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ദുഷ്ടാത്മസേനയോടാണ് യുദ്ധം ചെയ്യുന്നത്. അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടാണ് യുദ്ധം ചെയ്യുന്നത്. ഇരുളിൻ്റെ അധികാരത്തോടാണ് യുദ്ധം ചെയ്യുന്നത്. നാം ഈ പാവപ്പെട്ടൊരു മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് ഭീകരന്മാരായ കുറേയേറെ കൊള്ളക്കാരോടാണ്. കുറേ ഭീകരന്മാരായ ചില നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഭീകര ശക്തിയോടാണ് യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല. മനുഷ്യരോടല്ല നമ്മുടെ യുദ്ധം. എനിക്ക് വലിയ പോരാട്ടമാണ്. ഇപ്പോൾ വീട്ടിൽ ഭർത്താവ് എപ്പോഴും വഴക്കടിക്കുന്നു, എനിക്ക് വലിയ പോരാട്ടമാണ്, എൻ്റെ ദൈവമേ എന്ത് പറഞ്ഞാലും മക്കൾ അനുസരിക്കുന്നില്ല, അവർ പഠിക്കുന്നില്ല, പോരാട്ടമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് പോരാട്ടമൊന്നുമല്ല, അതല്ല പോരാട്ടം. പോരാട്ടം നമ്മുടെ ആത്മീയതയ്ക്കെതിരെ വരുന്നതായ പിശാചിൻ്റെ ഒളിയമ്പുകളാണ്. ചിലപ്പോൾ നേരിട്ടുള്ള യുദ്ധം തന്നെയായിരിക്കും. പിശാച് നമ്മെ തകർക്കാൻ വരുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം തകർക്കാൻ വരുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ അന്തസ്സാരം തകർക്കാൻ വരുന്നു, ജീവിതത്തിൻ്റെ കരുത്ത് തകർക്കാൻ വരുന്നു. വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും ലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും വാഴ്ചകളോടും അധികാരങ്ങളോടും, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്. അവർ വാഴ്ചകളാണ്. ഈ പിശാചിന് ചില വാഴ്ചകളുണ്ട്. അവനുണ്ട് ഭരണമുണ്ട്, അവന് ടെറിട്ടോറിയൽ സേനയുണ്ട്, ടെറിട്ടോറിയൽ കമാൻഡേഴ്സുണ്ട്. അതാത് ദേശത്തേക്ക് വേണ്ടിയുള്ള പ്രത്യേക പൈശാചിക ദൂതന്മാരുണ്ട്, അതായത് ഭവനത്തിലേക്ക് വേണ്ടിയുള്ളതായ പ്രത്യേക പൈശാചിക ദൂതന്മാരുണ്ട്. ഓരോ വ്യക്തിക്കും അവന് നാശം വരുത്തുന്ന പിശാചിൻ്റെ ദൂതന്മാരുണ്ട്. ഇതൊന്നും അറിയുന്നില്ല. നാം സാധാരണ ജീവിതം പോലെ ജീവിച്ചു പോകുന്നു. പക്ഷേ നമ്മെ വീഴിക്കാനും നമ്മെ തകർക്കാനും നശിപ്പിക്കാനും നിത്യ നാശത്തിലേക്കും കൊണ്ടുപോകാനും പിശാചിൻ്റെ ദൂതന്മാരെ ആക്കിയിരിക്കുകയാണ്. ഓരോരുത്തരെയും ജീവിതത്തെ തകർത്ത് കളയാൻ പിശാച് ആളെ ആക്കിയിട്ടുണ്ട്. അത് ഒരു ദേശത്തിനെതിരെയും നിർത്തിയിട്ടുണ്ട്. ടെറിട്ടോറിയൽ സേന, പിശാചിൻ്റെ സേന. ടെറിട്ടോറിയൽ കമാൻഡേഴ്സ്, ഒരു ദേശത്തിൻ്റെ കമാൻഡേഴ്സായിട്ട് പിശാച് ചില ദൂതന്മാരെ, നേതാക്കന്മാരൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ പിശാചുകളാണ് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ളത്. ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്ര. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും. ദൈവത്തിൻ്റെ സർവായുധവർഗം ഉണ്ടായിരിക്കണം എപ്പോഴും. നാം ചിന്തയില്ലാതെ നിന്ന് പോകരുത്, ശ്രദ്ധയില്ലാതെ നിന്ന് പോകരുത്. ഒരു വാക്കിൽ തെറ്റിയാൽ മതി, ഒരൊറ്റ വാക്കിൽ തെറ്റിയാൽ മതി. നിങ്ങൾ പറയണം, എന്നും പറയണം, കർത്താവേ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഇന്ന് എൻ്റെ ഒരു വാക്കിൽ പോലും ആർക്കൊരു വേദന വരല്ലേ, എൻ്റെ ഒരു വാക്കിൽ പോലും പിശാച് അവകാശം പറയല്ലേ, എൻ്റെ കർത്താവ് എൻ്റെ ചലനത്തിൽ പോലും പിശാച് അവകാശം പറയല്ലേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇറങ്ങാൻ. ഒരു ദിവസം തുടങ്ങുന്നത് ഒരൊറ്റ ചലനത്തിൽ പോലും, ഒരൊറ്റ മനോഭാവത്തിൽ പോലും പിശാച് അവകാശം പറയല്ലേ, കർത്താവേ എന്നെ പിടിച്ചുകൊള്ളണമേ, കാത്തുകൊള്ളണമേ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതിയെന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ളൊരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും ഈ ദുഷ്ടൻ്റെ ദൈവങ്ങളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന വരി എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശരസ്ത്രവും ദൈവവചനമെന്ന് ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുകയും. നോക്കണം, ആയുധ സജ്ജീകരണത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ആയുധം നിറഞ്ഞ് നല്ല അരക്കെട്ട്, കാലിൽ ചെരുപ്പ്, തലയിൽ ഹെൽമെറ്റ്, ഇതെല്ലാമായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അവസാനം ഒരായുധത്തിൻ്റെ കാര്യം പറഞ്ഞു, വാള്, ആത്മാവിൻ്റെ വാൾ. ഏതാ? വചനമെന്ന വാൾ. അതുകൊണ്ട് മാത്രമേ നമുക്ക് എതിർക്കാൻ പറ്റുള്ളൂ. പിശാചിനെ വെട്ടാൻ വാൾ, അത് മാത്രമേ നമുക്കുള്ള ആയുധമുള്ളൂ. മറ്റ് പിശാച് പലതരത ആയുധങ്ങളുമായിട്ട് വരും. ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലൻ, ഫെലിസ്തീൻ മല്ലൻ, ഇസ്രായേൽ ജനങ്ങളുടെ നേരെ നിന്ന് വെല്ലുവിളിച്ചതുപോലെ ഇന്ന് ഓരോ വിശ്വാസികളെയും നേരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിശ്വാസികളുടെ നേരെ നിന്നെ ഞാൻ മുമ്പോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് നിൽക്കുകയാണ്. നിന്നെ നീ ആത്മീയത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയില്ല, നീ ഞാൻ തകർത്ത് കളയെന്ന് പറഞ്ഞുകൊണ്ടാണ് പിശാച് വരുന്നത്. ചിലപ്പോൾ വീട്ടിലൊരു വഴക്ക് തുടങ്ങിയിട്ടായിരിക്കും തുടങ്ങുന്നത്. സ്വന്തം വീട്ടിൽ ഭാര്യയും ഭർത്താവെന്ന് വെച്ചാൽ ചെറിയ മുഷിച്ചിലുകൾ, ചെറിയ നീരസങ്ങൾ വരുന്നു. അത്ര കാര്യമൊക്കെ ഇല്ല, അത് വലിയ ഗൗരവമായിട്ടുള്ള കാര്യമൊന്നുമല്ല, നിസ്സാര കാര്യമല്ലെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ അത് പയ്യെ നീറി പുകഞ്ഞ് പിശാച് ഒരാളുടെ ഉള്ളിൽ അതൊരു പകയോ വിദ്വേഷമാക്കി മാറ്റി അത് വലിയ അനർത്ഥങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അനേകർ ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഇങ്ങനെയൊരു പിശാച് ഉണ്ടെന്നോ, പിശാച് എന്നെ തകർക്കാൻ നിൽക്കുകയാണെന്നോ, അവൻ എന്നെ നശിപ്പിക്കാൻ വരികയാണെന്നോ ആരും ചിന്തിക്കുന്നില്ല. എപ്പോഴും ഏത് സമയത്തും എപ്പോഴും നാം ജാഗരൂകരായിട്ടിരിക്കേണ്ടതാണ്. എവർ വിജിലൻറ്റ്, എപ്പോഴും അലർട്ടായിട്ടിരിക്കേണ്ടതാണ്.
എപ്പോഴും നാം ശ്രദ്ധാലുക്കളായി നിൽക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ യുദ്ധത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ പറയുന്നത്. അല്ലാതെ ഇസ്രായേൽ സൈന്യവും ഫെലിസ്ത്യ സൈന്യവും തമ്മിൽ യുദ്ധം ചെയ്തു എന്ന് പറയുന്ന ചരിത്ര സംഭവം. പക്ഷേ ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്താണ്? നമുക്ക് പഠിക്കാനുള്ളത് കർത്താവായ യേശുക്രിസ്തു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ സ്വന്തം മക്കളോട് പിശാച് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു, നിരന്തരം വീഴിക്കാൻ നോക്കുന്നു. എവിടെയെങ്കിലും ഒരു നാവിന് പിഴ പറ്റിയാൽ അവിടെ കയറി പിടിക്കും പിശാച്. നാം ഒന്നും കഴിക്കില്ല, നാം സാധാരണ പോലെ പ്രാർത്ഥിച്ചു ഉറങ്ങാൻ കിടക്കും. പക്ഷേ പിശാച് അവിടെ അവകാശം പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് പിറ്റേ ദിവസമായിട്ട് നമുക്ക് നേതാവ് വരുന്നില്ല. പിശാചിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ശക്തി കൂട്ടിക്കൂട്ടി വരുന്നു. അടുത്ത ദിവസമായിട്ട് നമുക്ക് നേതാവും വരുന്നില്ല. കടുപ്പം കൂട്ടിക്കൂട്ടി വരുന്നു. ഹൃദയം കഠിനമായി തീരുന്നു. ഒന്നിനൊന്ന് കല്ലിച്ച് വരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് പലപ്പോഴും ഹൃദയം കല്ലിച്ച് വരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഹൃദയം കല്ലിക്കുക, ശിലാഹൃദയം കല്ലിച്ചു പോകുന്നു. ഒരു ആർദ്രതയില്ല. കാരണമുണ്ട്. എവിടെയോ ഒരു പാവം വന്നു. ആ പാപം ഇങ്ങനെ നീറി പിടിക്കുകയായിരുന്നു. അതൊന്നും അന്ന് ഗവനിച്ചില്ല. ഇങ്ങനെ ഒരു പാവം ഉണ്ടെന്ന് പോലും ചിന്തിച്ചില്ല, ഉണ്ടെന്ന് അറിഞ്ഞില്ല, പാവമാണെന്ന് മനസ്സിലാക്കിയില്ല. പക്ഷേ അതിന് പിന്നിലുള്ള പിശാച് തക്കം നോക്കി നിൽക്കുകയായിരുന്നു. അനുഭവിക്കുന്നില്ല എന്ന് വന്നപ്പോൾ പിന്നെയും കഠിനമായി, പിന്നെയും അനുഭവിക്കുന്നില്ല, കഠിനമായി, കാര്യം തിരിച്ചറിയുന്നില്ല, കഠിനമായി വന്ന് ഒരു മത്സരഭാവം വന്നു വരാം. ചിലപ്പോൾ അനുസരണക്കേട് വന്നു വരാം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തകർന്നു പോയി എന്ന് വരാം. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിന് നാശം വന്നു വരാം. കുടുംബത്തിന്, മക്കൾക്കും ഭാര്യയ്ക്കും അല്ല ഭർത്താവിനും കുടുംബത്തിനാകുവാനും നാശം വന്നു വരാം. നിസ്സാര ഒരു കാര്യത്തിലേക്ക് തുടങ്ങുന്നത്, ചെറിയൊരു കാര്യത്തിൽ. ദൈവത്തിന് സ്തോത്രം. പഴയ കാലത്തൊക്കെ ഈ വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് ഒരു മോശമായ കാര്യമായിട്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഈ കേരളക്കരയിൽ വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് എത്രയോ താണൊരു നിലവാരം അല്ലേ? അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ ഭാര്യയും ഭർത്താവും ഒരു ചെറിയ നീരസം വന്നു കഴിഞ്ഞാൽ ഡൈവോഴ്സ്. പിന്നെ അതാണ് അടുത്ത വാക്കതാ, ഡൈവോഴ്സ്. എന്തൊരു ദയനീയമായ സ്ഥിതിയാണ് സമൂഹം അധപ്പതിച്ചു പോയിരിക്കുന്നു. അവിടെ ഒത്തിണങ്ങിപ്പോകാൻ എന്താ മാർഗമുള്ളതെന്നായി നോക്കേണ്ടത്. എങ്ങനെ ഒത്തിണങ്ങിപ്പോകാൻ പറ്റും? എങ്ങനെ ഈ ഭിന്നാഭിപ്രായങ്ങൾ ഉള്ളവർ തമ്മിൽ യോജിച്ച് സന്തോഷമായി ഐക്യമായി പോകാൻ എങ്ങനെ സാധിക്കും? അതല്ലേ ചിന്തിക്കേണ്ടത്. മക്കൾ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അപ്പം അത് അനുവദിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ അമ്മ അനുവദിച്ചു കൊടുത്തില്ല. അപ്പോഴേക്കും മക്കൾക്ക് വാശിയായി, വഴക്കായി, പിണക്കമായി. ഇത് ആത്മഹത്യ, അടുത്ത ആത്മഹത്യയാണ്. ഏറ്റവും ഭീകരമായ ആപത്തേക്ക് മനുഷ്യൻ നീങ്ങുന്നു. ഇതെല്ലാം പിശാചാണ് ചെയ്യിക്കുന്നത്. നമ്മൾ മനുഷ്യരല്ല, പിശാച് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡൈവോഴ്സിൻ്റെ പിന്നിൽ പിശാചാണ്, ആത്മഹത്യയുടെ പിന്നിൽ പിശാചാണ്, കൊലപാതകത്തിൻ്റെ പിന്നിൽ പിശാചാണ്, ഗർഭഛിദ്രത്തിൻ്റെ പിന്നിൽ പിശാചാണ്, മദ്യപാനത്തിൻ്റെ പിന്നിൽ പിശാചാണ്. മദ്യപാനം ഇന്ന് യുവജനങ്ങൾ മദ്യപന്മാരായി മാറിയിരിക്കുന്നു. യുവജനങ്ങൾ ഇന്ന് എവിടെയും കിട്ടുമല്ലോ സുലഭമായിട്ട് വിദേശ മദ്യം. അങ്ങനെയായി പോയല്ലോ. മദ്യം ഇന്നൊരു വലിയ വിപത്താണ്. ചെറിയ കുട്ടികൾ പോലും മാടക്കടകളിൽ നിന്ന് കിട്ടുന്ന ഈ വിഷവസ്തു ഉണ്ടല്ലോ, ഹാൻസ്, അല്ലെങ്കിൽ പിന്നെ ചരസ്, മിരിജുവാന, ഇങ്ങനെ തുടങ്ങിയുള്ള ചില വസ്തുക്കളുണ്ട്. ഇതെല്ലാം അതിൻ്റെ വിപണനത്തിന്, അതിൻ്റെ കച്ചവടത്തിന് വേണ്ടി വരുന്ന ആളുകൾ ധാരാളം പേരുണ്ട്. അവർക്ക് ധാരാളം പൈസ കിട്ടുകയും ചെയ്യും. അവർക്ക് പൈസ കിട്ടിയാൽ മതി. എത്രയോ കുഞ്ഞുങ്ങളാണ് നശിക്കുന്നത്, എത്രയോ കുട്ടികളാണ് നശിക്കുന്നത്. ഇന്ന് ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും ഒന്നുകിൽ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന്, ഉറപ്പാണ്. കഞ്ചാവിന് ഇടപെടാത്ത ചുരുക്കം. പിന്നീട് കാര്യം ചെയ്യാൻ മനസ്സിലാകും, അയ്യോ കഞ്ചാവിൽ പോകണ്ടായിരുന്നു, അവത്തായി പോയല്ലോ, വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ പിന്നെ ചിന്തിച്ചിട്ട് ഫലമില്ല. അതങ്ങ് അഡിക്റ്റായി, അതിലേക്ക് അങ്ങ് മുഴുവനായി ചേർന്ന് പോയി. അപ്പോൾ സംഭവിക്കുന്നതാണ്, ആ ജീവിതം തകർന്നു, ജീവിതം മുടിഞ്ഞു, ഭാവി ഇരുളടഞ്ഞു. മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും ദയവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കണം. ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങൾക്കൊന്നിനിടപെടരുത്. ചീട്ടുകളികൾ മുഴുവരുത്. ചീട്ടുകളി സംഘങ്ങൾ, പണം വെച്ചിട്ടുള്ള ചീട്ടുകളി, അതെല്ലാം ചില വാശിയും വൈരാഗ്യത്തിലേക്ക് പോകും, ചിലപ്പോൾ കൊലപാതകത്തിലേക്ക് നീങ്ങും. അതുപോലെ ചീട്ടുകളികൾ, അങ്ങനെ ഗാംബ്ലിങ്സ്, എന്താണ് മുച്ചീട്ടുകളി, ഇതെല്ലാം കൊണ്ട് ഇന്ന് അനേകം യുവജനങ്ങൾ നശിക്കുകയാണ്. ഓജോ ബോർഡ്, വേറൊരു കളി, ഓജോ ബോർഡ്. നല്ല ഉറപ്പായിട്ടാണ് കിട്ടുന്നത്. ഇന്ന് പരീക്ഷയ്ക്ക് ഇന്ന ചോദ്യം വരുമെന്നാണ് പറയുന്നത്. പിശാച് പറഞ്ഞു കൊടുക്കുക. പിശാച് സേവ, സൈറ്റനിക് വർഷിപ്പ്. ഇങ്ങനെ സമൂഹം ഇന്ന് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അധപ്പതിക്കുന്ന സമൂഹത്തിൽ നമുക്ക് ചെയ്യേണ്ടത്? ഈ യുദ്ധത്തിൽ എൻ്റെ യേശു ജയിക്കണം. യേശുവും പിശാചും തമ്മിലാണ് യുദ്ധം. ആ യുദ്ധക്കളം എൻ്റെ ഹൃദയമാണ്.
യേശുവും പിശാചും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ എൻ്റെ ഈ ഹൃദയത്തിൽ, എൻ്റെ ഈ ആളത്വത്തിൽ നിന്നുകൊണ്ടാണ് യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധത്തിൽ യേശു ജയിക്കണമെങ്കിൽ ഞാൻ യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കണം. ഈ യുദ്ധത്തിൽ ഞാൻ യേശുവിൻ്റെ പക്ഷത്ത് നിന്നില്ലെങ്കിൽ യേശു തോൽക്കും, പിശാച് ജയിക്കും. എന്നിൽ നിന്നുകൊണ്ട് എൻ്റെ യേശു തോൽക്കാൻ പാടില്ല. അതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ എടുക്കണം. എന്നിൽ നിന്നുകൊണ്ട് എൻ്റെ യേശു ദുഃഖിക്കാൻ പാടില്ല, എൻ്റെ യേശു തോൽക്കാൻ പാടില്ല. യേശുവിനെ ഞാൻ തോൽപ്പിക്കുകയില്ല. സ്തോത്രം. ഒരവസരത്തിൽ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, ഞാൻ തോറ്റു കൊടുക്കുകയില്ല എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ തോറ്റു കൊടുക്കുകയില്ല, പിശാചിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കുകയില്ല. അവന് കുറേയേറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവനായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ നീ ഇങ്ങനെ പറയാം, നിൻ്റെ ഹൃദയം തീരുമാനിക്കുക, യേശുവിനെ ഞാൻ തോൽപ്പിക്കുകയില്ല, ഞാൻ തോറ്റു കൊടുക്കുകയില്ല. യേശുവിനെ ഞാൻ തോൽപ്പിക്കുകയില്ല, എന്ത് വന്നാലും ശരി യേശുവിനെ തോൽപ്പിക്കുകയില്ല. ഇത് നിങ്ങളുടെ ഹൃദയത്തിലൊരു മന്ത്രണമായി തീരണം. നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് നിറഞ്ഞ ഒരാശയമായി നിൽക്കണം. എപ്പോഴും യേശുവിനെ ഞാൻ തോൽപ്പിക്കുകയില്ല, യേശു ഞാൻ മൂലം തോൽക്കാൻ ഇടവരികയില്ല. എന്നെ ജയിപ്പിക്കാൻ അധ്വാനിക്കുന്ന എൻ്റെ യേശു തോൽക്കാൻ സമ്മതിക്കില്ല. എന്നെ എപ്പോഴും ജയാളിയായിട്ട് നിർത്താനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നെ എപ്പോഴും ഒരു വീര ജേതാവായി നിൽക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ യേശു ദുഃഖിക്കാൻ ഞാൻ ഇടവരുത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അതിമനോഹരമായ ഒരു സുദിനം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെ എല്ലാം അവിടെ നിന്ന് കൂട്ടി വരുത്തിയതായ സ്തോത്രം. അവിടുത്തെ ക്രൂസിലെ സ്നേഹമാണല്ലോ എല്ലാവരും ആകർഷിച്ചുകൊണ്ട് വന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ആ കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവരുടെ തലമേൽ തർക്കരം വെക്കണമേ. എൻ്റെ കർത്താവേ, ശോഭനമായ ഭാവിയിലേക്ക് എല്ലാവരെയും നടത്തണമേ. വഴിമുട്ടി നിൽക്കുന്നവർക്ക് പുതിയ വഴി കാണിച്ചു കൊടുക്കണമേ. കരുണയുള്ള കർത്താവേ, പ്രശ്നങ്ങൾപ്പെട്ട് വലയുന്നവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കണമേ. നാഥ, നിത്യജീവന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. അത് രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ ഈ മക്കളെല്ലാം ഒരുക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.